ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കുറച്ച് ഫോറിൻ വേർഡ്സ് ആണ് കേട്ടോ. SCERT ബേസ് ചെയ്തിട്ടുള്ള ഫോറിൻ വേർഡ്സ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷിന്റെ ടിപ്സിന്റെ ക്ലാസ് പലർക്കും യൂസ്ഫുൾ ആയി അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് കൂടുതൽ ക്ലാസ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫോറിൻ വേർഡ്സിൽ ആദ്യത്തെ വാക്ക് എൽ ഫ്രെസ്കോ. എൽ ഫ്രെസ്കോ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ ദി ഓപ്പൺ എയർ ആണ്. എന്താണ്? ഇൻ ദി ഓപ്പൺ എയർ, എൽ ഫ്രെസ്കോ. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ. ഇതിനകത്ത് പ്രൊനൗൺസിയേഷൻ ഒക്കെ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം ഫോറിൻ വേർഡ്സ് ആണല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ. ഓക്കെ, എൽ ഫ്രെസ്കോ. എൽ ഫ്രെസ്കോ എന്ന് പറഞ്ഞാൽ ഇൻ ദി ഓപ്പൺ എയർ ആണ്. എങ്ങനെ ആലോചിക്കുക? എൽ ഫ്രെസ്കോ എന്ന് പറയുമ്പോണ്ടല്ലോ, അതിനകത്ത് ഫ്രഷ് ഉണ്ടല്ലേ, ഫ്രഷ് എന്നുള്ള വാക്കില്ലേ, ഫ്രഷ് എന്നുള്ള രീതിയിൽ എടുത്തൂടെ അല്ലെ? നമുക്ക് ഓപ്പൺ എയറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ നല്ല ഫ്രഷ് ആവും എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാലോ. ഓക്കെ, അപ്പൊ എൽ ഫ്രെസ്കോ, ഫ്രഷ് എയർ എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുക കേട്ടോ. എൽ ഫ്രെസ്കോ മീൻസ് ഇൻ ദി ഓപ്പൺ എയർ. അടുത്തത് ഹൂ ഈസ് ക്ലോസ്. ഹൂ ഈസ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇൻ പ്രൈവറ്റ് ആണ്. എന്താണ്? ഇൻ പ്രൈവറ്റ്. ഹൂ ഈസ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇൻ പ്രൈവറ്റ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ആലോചിക്കാം അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹൂ ഇസ് ക്ലോസ് എന്നുള്ള രീതിയിൽ എടുത്തൂടെ? ഹൂ, WHOHUIS പകരം ഹൂ ഇസ് ക്ലോസ് എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത് ക്ലോസ് ആയിട്ടുള്ള ആളുടെ അടുത്തായിരിക്കും നമ്മൾ കുറച്ച് പ്രൈവറ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക അല്ലെ? അപ്പൊ ഇൻ പ്രൈവറ്റ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാലോ. ഹൂ ഈസ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇൻ പ്രൈവറ്റ്. അടുത്ത വാക്ക് നോക്കാം, അഡ് ഇന്ററിം. അഡ് ഇന്ററിം എന്ന് പറഞ്ഞാൽ ഫോർ ദി മീൻ ടൈം ആണ്. അതിനിടയ്ക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് അഡ് ഇന്ററിം. ഈ ആഡ് ഒക്കെ ഇന്റർവെല്ലൊക്കെ വരുന്നുണ്ടല്ലോ, അത് അതിനിടയ്ക്കാണ് വരുന്നത്, സിനിമയ്ക്ക് ഇടയ്ക്കാണ് വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്തൂടെ? ആഡ് ഇന്ററിം കേട്ടോ. ആഡ് ഇന്ററിം എന്താണ്? ഫോർ ദി മീൻ ടൈം. അടുത്ത് നോക്കാം, എമൗർ പ്രോപ്രെ. എമൗർ പ്രോപ്രെ എന്ന് പറഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റ് ആണ് കേട്ടോ. സെൽഫ് റെസ്പെക്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക? എമൗർ പ്രോപ്രെ. നമുക്ക് ജസ്റ്റ് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. നമുക്ക് ഈ മാർപ്പാപ്പേനെയൊക്കെ ഒന്ന് ആലോചിക്കാം കേട്ടോ. മാർപ്പാപ്പ. അപ്പൊ MOUR ഉണ്ട്, പിന്നെ പാപ്പേനകത്തുള്ള POP എന്നുള്ള രീതിയിൽ പോപ്പ് എന്നുള്ളൊരു വാക്കൊക്കെ ഉണ്ടല്ലോ. അപ്പൊ മാർപ്പാപ്പയ്ക്ക് നമ്മൾ നല്ല റെസ്പെക്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. അപ്പൊ സെൽഫ് റെസ്പെക്റ്റ് ആണ്, നല്ല റെസ്പെക്ട് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്തേക്കുക. അല്ലെങ്കിൽ മാർപ്പാപ്പയ്ക്ക് പ്രോപ്പർ ആയിട്ട് റെസ്പെക്ട് കൊടുക്കണം എന്നോ ഒക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എമോർ പ്രോപ്പറേറ്റ് മീൻസ് സെൽഫ് റെസ്പെക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത വാക്ക് നോക്കാം, എനസ് മിറാബിളസ്. എനസ് മിറാബിളസ് എന്ന് പറഞ്ഞാൽ റിമാർക്കബിൾ ഓർ ഓസ്പീഷ്യസ് ഇയർ ആണ് കേട്ടോ. എനസ് മിറാബിളസ് എന്താണ്? റിമാർക്കബിൾ ഓർ ഓസ്പീഷ്യസ് ഇയർ. നമ്മൾ ആനുവൽ എന്നൊക്കെ പറയില്ലേ, ആനുവൽ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ വർഷം തോറും അല്ലെ? അപ്പൊ ഇയർ നമുക്ക് അവിടെ കണക്ട് ചെയ്യാം. പിന്നെ മിറാബിളസ് എന്ന് പറയുമ്പോൾ മാർവലസ് എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ, റിമാർക്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഇയർ ആണ് എനസ് മിറാബിളസ്. അപ്പൊ ഈ 5 വാക്ക് ഞാൻ വേഗം പറയാം, ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നോളൂ. കാരണം ഫോറിൻ വേർഡ്സ് ആയതുകൊണ്ട് ചിലപ്പോൾ ഓർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. എന്നാലും നമുക്ക് 4 ഓപ്ഷൻസ് കൊടുക്കുമല്ലോ, അതിന് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്താൽ മതിയല്ലോ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. എൽ ഫ്രെസ്കോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രഷ് എയർ ആലോചിക്കുക അല്ലെ? ഫ്രെസ്കോ എന്ന് പറയുമ്പോൾ ഇൻ ഓപ്പൺ എയർ. ഹൂ ഈസ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇൻ പ്രൈവറ്റ്. ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തായിരിക്കും നമ്മൾ പ്രൈവറ്റ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അഡ് ഇന്ററിം എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക്, ഫോർ ദ മീൻ ടൈം. എമോർ പ്രോപ്പറെ എന്ന് പറയുമ്പോൾ മാർപ്പാപ്പ, POP ഒക്കെ ഉണ്ടല്ലോ. അപ്പം MOUR-ഉം POP ഒക്കെ വെച്ചിട്ട് സെൽഫ് റെസ്പെക്ട് ഒന്ന് കണക്ട് ചെയ്യാം. എനസ് മിറാബിളസ് എന്ന് പറഞ്ഞാൽ റിമാർക്കബിൾ ഓർ ഓസ്പീഷ്യസ് ഇയർ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. അടുത്ത് നോക്കാം, എ പ്രയോറി. എ പ്രയോറി എന്ന് പറഞ്ഞാൽ എന്താ? ബേസ്ഡ് ഓൺ ഡിഡക്ഷൻ റാദർ ദാൻ എക്സ്പീരിയൻസ്ഡ്. അതായത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഊഹിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ അനുമാനം അല്ലെ, അനുമാനത്തിനൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ എക്സ്പീരിയൻസിനേക്കാളും കൂടുതൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അനുമാനിച്ച് പറയാം. അതിനൊക്കെയാണ് നമ്മൾ പറയുന്നത് എ പ്രയോറി. അപ്പോൾ ഈ പറഞ്ഞുള്ള ഡിഡക്ഷൻ ആണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണേ എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. അപ്പോൾ കിട്ടിയല്ലോ, എ പ്രയോറി ബേസ്ഡ് ഓൺ ഡിഡക്ഷൻ റാദർ ദാൻ എക്സ്പീരിയൻസ്. അടുത്ത വാക്ക് നോക്കാം, ബില്ലറ്റ് ഡോഗ്സ്. ബില്ലറ്റ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ലവ് ലെറ്റർ ആണ് കേട്ടോ. ബില്ലറ്റ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ലവ് ലെറ്റർ. ലവറിനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ബില്ലായിരിക്കും എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഭയങ്കര ബില്ലായിരിക്കും. അപ്പോൾ ആ ബില്ലൊക്കെ അവസാനം ഇങ്ങനെ ഡോക്യുമെന്റ് പോലെയൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചു എന്നോ, ഡോഗ്സ്. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. സോ ബില്ലറ്റ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ലവ് ലെറ്റർ. ലവ് ലെറ്റർ. അടുത്ത് നോക്കാം, കെവിയറ്റ് എംപ്റ്റർ. കെവിയറ്റ് എംപ്റ്റർ എന്ന് പറഞ്ഞാൽ ദ ബയർ ഇസ് റെസ്പോൺസിബിൾ ഫോർ ചെക്കിംഗ് ദി ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ബിഫോർ ബൈയിങ്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ഫുൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. നമുക്ക് കിട്ടുന്ന സാധനം നല്ലതാണോ, അതിൻ്റെ ക്വാളിറ്റി ഒക്കെ നല്ലതാണോ, നമ്മൾ വാങ്ങുന്നതിനേക്കാൾ മുമ്പ് ഇതെല്ലാം ഓക്കെ ആണോ, നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. അതിനെയാണ് പറയുന്നത് കെവിയറ്റ് എംപ്റ്റർ. ഓക്കെ, ഇനി നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് കിട്ടുന്ന കവർ എംറ്റി ആണോ നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെ? കവർ കെവിയറ്റ് കേട്ടോ. കവർ എംറ്റി ആണോ, ആ കവറിനകത്ത് എല്ലാതും ഉണ്ടോ, ആ ഗുഡ്സ് ഒക്കെ അതിനകത്ത് ഉണ്ടോ, നല്ല കണ്ടീഷനിലാണോ എന്നൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. കിട്ടുന്നുണ്ടോ? കെവിയറ്റ് എംപ്റ്റർ എന്ന് പറഞ്ഞാൽ ദ ബയർ ഇസ് റെസ്പോൺസിബിൾ ഫോർ ചെക്കിംഗ് ദി ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ബിഫോർ ബൈയിങ്.
ഓക്കെ, കവർ എം ടി ആണോ എന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത വാക്ക് നോക്കാം, കൊഗ്നോസെൻറ്റി. കൊഗ്നോസെൻറ്റി എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഹു ആർ വെൽ ഇൻഫോംഡ് അബൌട്ട് സംതിങ്. അതായത് ജ്ഞാനി എന്നൊക്കെ നമ്മൾ പറയില്ലേ, നല്ല അറിവുള്ള ഒരാൾ, അവരെയൊക്കെയാണ് നമ്മൾ പറയുന്നത് കൊഗ്നോസെൻറ്റി എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? കൊഗ്നോസെൻറ്റി. നമ്മൾ പറയില്ലേ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, കൊഗ്നിറ്റീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ടുള്ള. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. പീപ്പിൾ ഹു ആർ വെൽ ഇൻഫോംഡ് അബൌട്ട് സംതിങ്, നല്ല അറിവുള്ള ആൾക്കാരെയാണ് നമ്മൾ കൊഗ്നോസെൻറ്റി എന്ന് പറയാം. അടുത്ത വാക്ക് നോക്കാം, കോപ്പ് ഡേ ഫൗഡറെ. കോപ്പ് ഡേ ഫൗഡറെ എന്ന് പറഞ്ഞാൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണ് കേട്ടോ. എന്താണ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്? അപ്പോൾ നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഈ നല്ല പൗഡറൊക്കെ ഇട്ട് നല്ല പുട്ടിയൊക്കെ ഇട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചിലപ്പോൾ നമുക്ക് ഒരു ഇഷ്ടം തോന്നും എന്നുള്ള രീതിയിൽ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നുള്ള രീതിയിൽ വെറുതെ കണക്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ കോപ്പ് ഡേ ഫൗഡറെ, ഫൗഡറെയാണ് നമ്മുടെ പൗഡർ കേട്ടോ. കോപ്പ് ഡേ ഫൗഡറെ എന്ന് പറഞ്ഞാൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് വേഗം ഓടിച്ച് മൈൻഡിലേക്ക് കൊണ്ടുവരാം. എൽഫ്രെസ്കോ, ഓപ്പൺ എയർ, ഹൂ ഈസ് ക്ലോസ് ഇൻ പ്രൈവറ്റ്, അറ്റ് ഇന്ററിം ഫോർ ദ മീൻ ടൈം, amor propre, self-respect, annus mirabilis, a remarkable or auspicious year, a priori, deduction ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലേ, based on deduction rather than experience, billet docs, bill ആവുന്ന എപ്പോഴാണ്? ലവ് ലെറ്റർ അല്ലേ, അപ്പോൾ ലവ് ലെറ്റർ, caveat emptor, the buyer is responsible for checking the quality of goods before buying, cognoscenti, അപ്പോൾ നമ്മുടെ കോഗ്നിറ്റീവ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക, പീപ്പിൾ ഹു ആർ വെൽ ഇൻഫോംഡ് അബൌട്ട് സംതിങ്. കോപ്പ് ഡേ ഫൗഡറെ, ഫൗഡറെ എന്ന് പറയുമ്പോൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ 10 എണ്ണം പഠിച്ചു കേട്ടോ. നമുക്ക് എക്സാമിന് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്തായാലും നമുക്ക് കിട്ടും. ഇനി അടുത്ത നോക്കാം, അടുത്ത വാക്ക് നോക്കാം, കോപ്പ് ഡേ ഗ്രേസ്. കോപ്പ് ഡേ ഗ്രേസ് എന്ന് പറഞ്ഞാൽ എ ഫൈനൽ ബ്ലോ എന്ന് പറഞ്ഞാൽ എ വൂണ്ടഡ് പേഴ്സൺ ഓർ തിങ് ഇസ് മേഴ്സ്ഫുള്ളി കിൽഡ്. അതായത് നമ്മൾ പറയില്ലേ, ഈ യുദ്ധത്തിലൊക്കെ പെട്ട് ഇങ്ങനെ പരിക്കേറ്റ് കിടക്കുന്ന ആൾക്കാരെയൊക്കെ ചിലപ്പോൾ അവരുടെ അവസ്ഥ കണ്ട് നമ്മൾ തന്നെ കൊല്ലും അല്ലേ, ഒരു മേഴ്സി കില്ലിംഗ് എന്നുള്ള രീതിയിൽ. പക്ഷേ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു തിങ്ങിനെയൊക്കെയാണ് നമ്മൾ കോപ്പ് ഡേ ഗ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവർക്കൊരു ഗ്രേസ് കിട്ടുക, അവർക്കൊരു മേഴ്സി കില്ലിംഗ് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ കോപ്പ് ഡേ ഗ്രേസ് എന്ന് പറഞ്ഞാൽ എ ഫൈനൽ ബ്ലോ, എ ഫൈനൽ ബ്ലോ. അടുത്ത് നോക്കാം, കോപ്പ് ഡേ മെയിൻ. കോപ്പ് ഡേ മെയിൻ എന്ന് പറഞ്ഞാൽ സഡൻ സർപ്രൈസ് അറ്റാക്ക് ആണ്, പെട്ടെന്നുള്ള ഒരു ആക്രമിക്കലുണ്ടല്ലോ, അതിനെയാണ് പറയുന്നത് കോപ്പ് ഡേ മെയിൻ. ഓക്കെ, അപ്പം മെയിൻ അറ്റാക്ക് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. മെയിൻ അറ്റാക്ക്, മെയിൻ ആക്രമണം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അടുത്ത് നോക്കാം, കോപ്പ് ഡേ അറ്റാറ്റ്. കോപ്പ് ഡേ അറ്റാറ്റ് എന്ന് പറഞ്ഞാൽ സഡൻ സീഷർ ഓഫ് പവർ, അതായത് പവറൊക്കെ പിടിച്ചെടുക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കോപ്പ് ഡേ അറ്റാറ്റ്. ഓക്കെ, അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. കോപ്പ് ഡേ അറ്റാറ്റ് എന്ന് പറഞ്ഞാൽ സഡൻ സീഷർ ഓഫ് പവർ, അതായത് പവറൊക്കെ പിടിച്ചെടുക്കുക എന്നുള്ളൊരു മീനിങ്. ആദ്യത്തെ ഏതായിരുന്നു? കോപ്പ് ഡേ ഫൗഡറെ അല്ലേ. അപ്പോൾ നമ്മുടെ പൗഡർ ആലോചിക്കുക, പൗഡർ ഇട്ടിട്ട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അടുത്തത് കോപ്പ് ഡേ ഗ്രേസ് ആണ്. ഗ്രേസ് എന്ന് പറയുമ്പോൾ ഒരു ഫൈനൽ ബ്ലോ അല്ലേ, അപ്പോൾ യുദ്ധത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. പിന്നെ കോപ്പ് ഡേ മെയിൻ, മെയിൻ എന്ന് പറയുമ്പോൾ മെയിൻ അറ്റാക്ക് ആണ് കേട്ടോ. അപ്പോൾ സഡൻ സർപ്രൈസ് അറ്റാക്ക് ആലോചിക്കുക. കോപ്പ് ഡേ അറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ETAT കേട്ടോ. അറ്റാറ്റ് എന്ന് പറഞ്ഞാൽ പവർ പിടിച്ചെടുക്കുക, സഡൻ സീഷർ ഓഫ് പവർ. അടുത്ത് നോക്കാം, ദേജാവു. ദേജാവു എന്ന് പറഞ്ഞാൽ എന്താ? ദ സെൻസ് ഓഫ് ഹാവിങ് എക്സ്പീരിയൻസ് ദ പ്രസന്റ് സിറ്റുവേഷൻ. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു അനുഭവമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് നേരത്തെ നമുക്കത് ആ ഒരു സിറ്റുവേഷൻ വന്നിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നും അല്ലേ. ഒരു എന്താ പറയുക, മിഥ്യാബോധം എന്നൊക്കെ നമ്മൾ പറയും. അതിനെയാണ് പറയുന്നത് ദേജാവു എന്ന് പറയുന്നത്. പലർക്കും അറിയാവുന്ന തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ദേജാവു എന്ന് പറഞ്ഞാൽ ദ സെൻസ് ഓഫ് ഹാവിങ് എക്സ്പീരിയൻസ് ദ പ്രസന്റ് സിറ്റുവേഷൻ. അടുത്ത വാക്ക് ഡോൾസെ വിറ്റ. ഡോൾസെ വിറ്റ എന്ന് പറഞ്ഞാൽ എ ലൈഫ് ഓഫ് പ്ലഷർ ആൻഡ് ലക്ഷറി ആണ് കേട്ടോ. ഡോൾസെ വിറ്റ എന്ന് പറഞ്ഞാൽ എ ലൈഫ് ഓഫ് പ്ലഷർ ആൻഡ് ലക്ഷറി. ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ ഡോൾസിനെ വിറ്റ് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഏതോ ഒരു സിനിമേനകത്തുണ്ടല്ലോ, ഈ ഡോൾസിനകത്തൊക്കെ ഈ ഡയമണ്ട് ഒക്കെ വെച്ചിട്ടുള്ള ഡോൾസുകളില്ലേ, പാവക്കുട്ടികൾ. അപ്പോൾ അതിനൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഭയങ്കര ഒരു ലക്ഷറി ആയിരിക്കില്ല, നമുക്ക് നമ്മൾ ഭയങ്കര കാശുകാരായിരിക്കും, നമുക്ക് ഭയങ്കര പ്ലഷറൊക്കെ ആയിരിക്കും. അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഡോൾസെ വിറ്റ എന്ന് പറഞ്ഞാൽ എ ലൈഫ് ഓഫ് പ്ലഷർ ആൻഡ് ലക്ഷറി. ഡോൾസിനെ വിറ്റ് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഡോൾസാണ് നമ്മുടെ ഡയമണ്ട് ഒക്കെ ഉള്ള ഡോൾസാണ് കേട്ടോ. ഇനി അടുത്തത് എൻ പാസൻറ്റ്. എൻ പാസൻറ്റ് എന്ന് പറഞ്ഞാൽ ബൈ ദ വേ ആണ്. എന്താണ് ബൈ ദ വേ? നമ്മുടെ ചെസ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് കേട്ടോ, എൻ പാസൻറ്റ്. ഓക്കെ, അപ്പം ഒരു വഴി കൂടെ പാസ് ചെയ്യാന്നോ ഒക്കെ ഒന്ന് വേണമെങ്കിൽ അറിയാത്തവരാണെങ്കിൽ കണക്ട് ചെയ്യാം. അപ്പോൾ എൻ പാസൻറ്റ്, പാസ് ചെയ്യുക കേട്ടോ, വഴി കൂടെ പാസ് ചെയ്യുക. അപ്പോൾ ബൈ ദ വേ, അങ്ങനെ വേണമെങ്കിൽ ഒന്ന് ഓർക്കാം. അടുത്ത വാക്ക് നോക്കാം, എക്സ് ഗ്രാറ്റിയ. എക്സ് ഗ്രാറ്റിയ എന്ന് പറഞ്ഞാൽ ഗിവൺ ആസ് എ ഫേവർ. അതായത് നമ്മളൊരു ഫേവർ കൊടുക്കുക, നമ്മുടെ ഒരു ഔദാര്യം കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മൾ പൈസ ഒന്നും വാങ്ങാണ്ട് ഒരു ഔദാര്യം കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് എക്സ് ഗ്രേറ്റിയ. അപ്പം അങ്ങനെ നമ്മൾ ആർക്കെങ്കിലൊക്കെ ഒരു ഫേവർ ചെയ്ത് കഴിയുമ്പോൾ അവർ വിചാരിക്കും നമ്മൾ ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കും അല്ലേ. അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാലോ. എക്സ് ഗ്രേറ്റിയ എന്ന് പറഞ്ഞാൽ ഗിവൺ ആസ് എ ഫേവർ, ഔദാര്യം കൊടുക്കുക. അടുത്ത് നോക്കാം, മോഡസ് വിവൻറ്റി. മോഡസ് വിവൻറ്റി എന്ന് പറഞ്ഞാൽ ആൻ അറേഞ്ച്മെൻറ്റ് അലവിങ് പീപ്പിൾ ഓർ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഹാവിങ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജീവിത രീതിയിലൊക്കെ ഉള്ള ആൾക്കാരുടെയൊക്കെ ഒരു അറേഞ്ച്മെൻറ്റ്.
അതിനെയാണ് നമ്മൾ പറയുന്നത് മോഡസ് വിവെൻഡി എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും, പക്ഷെ അവരൊക്കെ കൂടെ ഒരുമിച്ച് താമസിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു അറേഞ്ച്മെന്റ്, അതിനെയാണ് നമ്മൾ പറയുന്നത് മോഡസ് വിവെൻഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വിവിധ തരത്തിലുള്ള ആൾക്കാർ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാലോ അല്ലെ, വിവിധ തരത്തിലുള്ള ആൾക്കാരുടെ ഒക്കെ ഒരു അറേഞ്ച്മെന്റ്. അങ്ങനെ നമുക്ക് വിവേൻഡി, വിവിധ തരം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്തൂടെ. അപ്പം മോഡസ് വിവെൻഡി എന്ന് പറഞ്ഞാൽ ആൻ അറേഞ്ച്മെന്റ് അലവിങ് പീപ്പിൾ ഓർ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഹാവിങ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്. അടുത്തത് നോക്കാം, നീ പ്ലസ് അൾട്ര. നീ പ്ലസ് അൾട്ര എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് സംതിങ്. എന്താണ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് സംതിങ് എന്താ പറയുക? നീ പ്ലസ് അൾട്ര. അപ്പം എങ്ങനെ ആലോചിക്കുക, നമ്മളിപ്പോൾ നീ ഇപ്പോൾ പ്ലസ് വണ്ണിലായി കഴിഞ്ഞാൽ നീ ആയിരിക്കും എല്ലാവർക്കും ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ആലോചിച്ചൂടെ. അല്ലെ, നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സൊക്കെയാണ് നമ്മൾ പ്ലസ് വണ്ണിലൊക്കെ എടുത്തിട്ടുണ്ടാവുക അല്ലെ, 10th കഴിഞ്ഞിട്ട് പ്ലസ് വണ്ണിലേക്കൊക്കെ കയറുമ്പോൾ. അപ്പോൾ നമ്മൾ പ്ലസ് വണ്ണിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറയാണ് നീയാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പം നീ പ്ലസ് അൾട്ര എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് സംതിങ്. അപ്പോൾ ഒന്നുകൂടെ വേഗം പറയാം, കോപ്പ് ഡേ ഗ്രേസ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ബ്ലോ ആണ്. കോപ്പ് ഡേ മെയിൻ എന്ന് പറയുമ്പോൾ മെയിൻ അറ്റാക്ക് ആലോചിക്കുക അല്ലെ, സഡൻ സർപ്രൈസ് അറ്റാക്ക് ആണ്. കോപ്പ് ഡി അറ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ETAT എന്ന് പറഞ്ഞാൽ പവർ പിടിച്ചെടുക്കുക അല്ലെ, സഡൻ സീഷർ ഓഫ് പവർ ആണ്. ദേജാവു എന്ന് പറഞ്ഞാൽ ദ സെൻസ് ഓഫ് ഹാവിങ് എക്സ്പീരിയൻസ് ദ പ്രസന്റ് സിറ്റുവേഷൻ. അടുത്ത ഡോൾസിനൊക്കെ വിറ്റ് കഴിഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് നല്ല ലൈഫ് ഓഫ് പ്ലഷറും ലക്ഷറിയൊക്കെ ആയിരിക്കും. ആൻഡ് പാസൻറ്റ് എന്ന് പറഞ്ഞാൽ ബൈ ദ വേ ആണ് അല്ലെ, ബൈ ദ വേ. അപ്പോൾ പാസ് ചെയ്യുന്നത് ആ വഴി കൂടെയാണെന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. നമ്മുടെ ഒരു ഔദാര്യം അല്ലെ. മോഡസ് വിവെൻഡി എന്ന് പറഞ്ഞാൽ ആൻ അറേഞ്ച്മെന്റ് അലവിങ് പീപ്പിൾ ഓർ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഹാവിങ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്. വിവിധ തരത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. നീ പ്ലസ് അൾട്ര എന്ന് പറഞ്ഞാൽ നീ പ്ലസ് വണ്ണിൽ പോയി കഴിയുമ്പോഴേക്കും ബെസ്റ്റ് എക്സാമ്പിൾ ആവും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് സംതിങ്. അടുത്തത് നോക്കാം, പെർസെ. പെർസെ എന്ന് പറഞ്ഞാൽ എന്താ? ബൈ ഇറ്റ് സെൽഫ് ആണ്. എന്താണ്? ബൈ ഇറ്റ് സെൽഫ്. പെർസെ എന്ന് പറഞ്ഞാൽ ബൈ ഇറ്റ് സെൽഫ്. ഈ സേ പരീക്ഷയിലൊക്കെ എഴുതുന്നത് നമ്മൾ തന്നെയാണ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക അല്ലെ. ബൈ ഇറ്റ് സെൽഫ് ആണ് പെർസെ എന്ന് പറഞ്ഞാൽ ബൈ ഇറ്റ് സെൽഫ്. നെക്സ്റ്റ് ഇസ് വിക്ടർ ലുഡോറം. വിക്ടർ ലുഡോറം എന്ന് പറഞ്ഞാൽ ദ ഓവറോൾ ചാമ്പ്യൻ ഇൻ സ്പോർട്സ് കോമ്പറ്റീഷൻ ആണ്. അതായത് സ്പോർട്സ് കോമ്പറ്റീഷനിലെ ഇൻഡിവിജ്വൽ ചാമ്പ്യൻ അല്ലെങ്കിൽ ഓവറോൾ ചാമ്പ്യൻ എന്നൊക്കെ ഒരു മീനിങ് ആണ് വിക്ടർ ലുഡോറം. ഓക്കെ, അപ്പോൾ ഈ ലുഡോ ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ലുഡോ എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. അതിനകത്ത് വിക്ടറി കിട്ടുക, വിക്ടർ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം അല്ലേ. ഇതിനകത്ത് സ്പോർട്സ് കോമ്പറ്റീഷൻ ആണ് കേട്ടോ. അത് ഓവറോൾ ചാമ്പ്യൻ ഇൻ സ്പോർട്സ് കോമ്പറ്റീഷൻ ആണ് വിക്ടർ ലുഡോറം. അടുത്ത് നോക്കാം, ടൗട്ട് ഡേ സ്യൂട്ട്. ടൗട്ട് ഡേ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ അറ്റ് വൺസ് ആണ്. ഓക്കെ, ടൗട്ട് ഡേ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ അറ്റ് വൺസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കോട്ടും സ്യൂട്ടൊക്കെ ഇടുന്നത് വല്ലപ്പോഴും ആയിരിക്കുമല്ലോ അല്ലേ, വല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മാത്രമായിരിക്കും ചിലപ്പോൾ കോട്ടും സ്യൂട്ടൊക്കെ ഇടുക. അപ്പോൾ അങ്ങനെ അറ്റ് വൺസ്, ഒരിക്കൽ എന്നൊക്കെ ഒരു മീനിങ്ങിൽ നമുക്ക് കണക്ട് ചെയ്യാം. ടൗട്ട് ഡേ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ അറ്റ് വൺസ്. ഒന്നും കൂടെ, പെർസെ എന്ന് പറഞ്ഞാൽ ബൈ ഇറ്റ് സെൽഫ്. വിക്ടർ ലുഡോറം എന്ന് പറഞ്ഞാൽ ദ ഓവറോൾ ചാമ്പ്യൻ ഇൻ സ്പോർട്സ് കോമ്പറ്റീഷൻ. ടൗട്ട് ഡേ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ അറ്റ് വൺസ് ആണ്. ഓക്കെ, അടുത്ത വാക്ക് നോക്കാം, വെർബോട്ടൻ. വെർബോട്ടൻ എന്ന് പറഞ്ഞാൽ ഫോർബിഡൻ ആണ്. അതായത് നിരോധിക്കപ്പെട്ട എന്നൊരു മീനിങ് ആണ് കേട്ടോ. വെർബോട്ടൻ എന്ന് പറഞ്ഞാൽ ഫോർബിഡൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. നമ്മളിങ്ങനെ വെറുതെ ഒക്കെ ഇരിക്കുന്ന ദിവസം ഉണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് ബോട്ടിൽ പോകാൻ തോന്നിയെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വെർബോട്ട് എന്നുള്ള രീതിയിൽ എടുക്കാമല്ലോ അല്ലേ. വെറുതെ ഒരു ദിവസം നമുക്ക് ബോട്ടിൽ പോകാൻ തോന്നി. ഓക്കെ, അപ്പോൾ വെർബോട്ടൻ ആലോചിക്കാം. എന്നിട്ട് നമ്മൾ ബോട്ടിൽ പോകാൻ വേണ്ടി പോയപ്പോൾ ഉണ്ടല്ലോ, അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചേക്കാണ് ഈ ഒരു സ്ഥലത്ത് ബോട്ടിങ് നിരോധിക്കപ്പെട്ടേക്കാണ്, ഫോർബിഡൻ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. കിട്ടുന്നുണ്ടോ? അപ്പോൾ വെറുതെ ബോട്ടിൽ പോകാൻ തോന്നിയപ്പം അവിടെ എന്താ, നമ്മുടെ കഷ്ടകാലത്തിന് അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചേക്കാണ് അത് നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഫോർബിഡൻ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വെർബോട്ടൻ, ഫോർബിഡൻ. അടുത്ത് നോക്കാം, സാങ് ഫ്രോയിഡ് ആണ്. സാങ് ഫ്രോയിഡ് എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ടു സ്റ്റേ കാം ഇൻ ഓൾ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. എത്രയൊക്കെ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴും ചില ആൾക്കാർ ഭയങ്കര ശാന്തമായിട്ടൊക്കെ ഇരിക്കും അല്ലേ, അതിനെയാണ് പറയുന്നത് സാങ് ഫ്രോയിഡ്. അപ്പം അങ്ങനെ ശാന്തമായിട്ടൊക്കെ ഇരിക്കുമെങ്കിലും ഉണ്ടല്ലോ, അവരെന്തെങ്കിലും പാട്ടൊക്കെ പാടിയിട്ടായിരിക്കും ഇങ്ങനെ കാമായിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം സാങ് എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, സിങ്ങിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള സാങ്. മനസ്സിലായോ? അപ്പം സാങ് ഫ്രോയിഡ് എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ടു സ്റ്റേ കാം ഇൻ ഓൾ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത് നോക്കാം, റീസൺ ഡി എറ്റർ എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ സം വൺ ഓർ സംതിങ്. ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റീസൺ ഡി എറ്റർ. റീസൺ എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ, റീസൺ അല്ലേ. അപ്പോൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ സം വൺ ഓർ സംതിങ്. നെക്സ്റ്റ് വൺ ഇസ് പെർസോണ നോൺ ഗ്രാറ്റ. പെർസോണ നോൺ ഗ്രാറ്റ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂ ഇസ് നോട്ട് വെൽക്കം സംവെയർ. അതായത് ചില സ്ഥലങ്ങളിൽ വെൽക്കം ചെയ്യാത്ത ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? പേഴ്സോണ നോൺ ഗ്രാറ്റ. ഓക്കെ, അപ്പോൾ അവരെ എലൗ ചെയ്യില്ല, നോൺ എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. ആ ഒരു പേഴ്സണെ നോ എന്നുള്ള രീതിയിൽ ആലോചിക്കുക, നോൺ കേട്ടോ. അവരെ വെൽക്കം ചെയ്യില്ല, അവരെ ഗ്രീറ്റ് ചെയ്യില്ല എന്നൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്രാറ്റ വെച്ചിട്ട് കണക്ട് ചെയ്യാം.
അപ്പോൾ പേഴ്സണ നോൺ ഗ്രാറ്റ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂസ് നോട്ട് വെൽക്കം സംവെയർ. അപ്പോൾ ഒന്നും കൂടെ, പെർസെ എന്ന് പറയുമ്പോൾ നമ്മുടെ സേ ബൈ ഇറ്റ് സെൽഫ്, വിക്ടർ ലൂഡോറം എന്ന് പറയുമ്പോൾ ലൂഡോ, അതിൽ വിക്ടറി അല്ലെ, ദ ഓവറോൾ ചാമ്പ്യൻ ഇൻ സ്പോർട്സ് കോമ്പറ്റീഷൻ. ടൗട്ട് ഡേ സ്യൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കോട്ടും സ്യൂട്ടൊക്കെ ഇടുന്നത് വല്ലപ്പോഴും ആയിരിക്കും, അറ്റ് വൺസ്. വെർബോട്ടൻ എന്ന് പറയുമ്പോൾ വെറുതെ ബോട്ടിൽ പോകാൻ തോന്നി, പക്ഷെ അവിടെ ബോർഡിൽ എഴുതി വെച്ചേക്കാണ് ഫോർബിഡൻ, നിരോധിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ. സാങ് ഫ്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ, ദ എബിലിറ്റി ടു സ്റ്റേ കാം ഇൻ ഓൾ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. അപ്പോൾ പാട്ടൊക്കെ പാടുന്ന ആലോചിക്കുക. റീസൺ തിയേറ്റർ എന്ന് പറഞ്ഞാൽ റീസൺ ആലോചിക്കുക, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ സമ്മൺ ഓർ സംതിങ്. പേഴ്സൺ നോൺ ഗ്രാറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ആ പേഴ്സണെ നോ എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ, പേഴ്സൺ ഹൂസ് നോട്ട് വെൽക്കം സംവെയർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഫോറിൻ വേർഡ്സ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാവരും തലയിൽ കയറിയെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും 4 ഓപ്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കാൻ മറക്കണ്ട. എന്നിട്ട് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, ക്ലാസ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ, താങ്ക് യു.